താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റി. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിനകത്ത് തന്നെ പരീക്ഷ എഴുതിക്കും. നേരത്തെ വെള്ളിമാടുകുന്ന് NGO ക്വാർട്ടേഴ്സ് സ്കൂളിലാണ് പരീക്ഷ എഴുതാൻ ആലോചിച്ചിരുന്നത്. പ്രതിഷേധങ്ങളുടെ സാഹചര്യത്തിലാണ് പരീക്ഷാ സെന്റർ മാറ്റിയിരിക്കുന്നത്. വിവരങ്ങളുമായി ചേതൻ ചേരുകയാണ്. ചേതൻ, പ്രദേശത്ത് ഇപ്പോൾ വലിയ പ്രതിഷേധമുണ്ടോ? ഇപ്പോൾ ഈ പ്രതികളായ വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു വിവരം. അതെ മനു, ഈ താമരശ്ശേരി ചുങ്കം സ്വദേശിയും അതുപോലെ തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിലെ പ്രതി ചേർക്കപ്പെട്ട 5 പേരുടെ അവരുടെ ഇന്ന് SLC പരീക്ഷയാണ്. പരീക്ഷ ആരംഭിക്കുകയാണ്. ആദ്യം അവരെ മുൻകൂട്ടി നിശ്ചയിച്ചത് ഇവരെ താമരശ്ശേരിയിലുള്ള അവർ പഠിച്ച സ്കൂളിൽ തന്നെ പരീക്ഷ എഴുതിക്കുവാനാണ്. പക്ഷെ പിന്നീട് താമരശ്ശേരി SHO സായൂജ് കുമാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകുകയായിരുന്നു. അതായത് ഈ പ്രതി ചേർക്കപ്പെട്ട കുട്ടികൾ ഇവിടെ പരീക്ഷ എഴുതിയാൽ അത് മറ്റു കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും. അത് മാത്രമല്ല സ്ഥലത്ത് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവുന്നതായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു പരീക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന് കത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് താമരശ്ശേരി SHO നൽകിയിരുന്നു. പിന്നീടാണ് ഈ കുട്ടികളെ ഈ കോഴിക്കോട് വെള്ളിമാട് കുന്നിലുള്ള ജുവനൈൽ ഒബ്സർവേഷൻ ഹോമിലെ തൊട്ടടുത്ത സമീപത്തെ വിദ്യാലയത്തിലേക്ക് പരീക്ഷ എഴുതാൻ തീരുമാനിച്ചത്. എന്നാൽ അവസാന നിമിഷം ഇത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയായിരുന്നു. അതായത് ഈ 5 പേരെ വിദ്യാലയങ്ങളിൽ പരീക്ഷ എഴുതിപ്പിച്ചാൽ അത് മറ്റു കുട്ടികളെയും ബാധിക്കും. അത് മാത്രമല്ല ആ വിദ്യാലയത്തിൽ സംഘർഷം ഉണ്ടാവും എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയത്. ഇതിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. ഈ പ്രതി ചേർക്കപ്പെട്ട 5 ക്രിമിനലുകളെ ഈ വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ തന്നെ ഒരു അധ്യാപകന്റെ സാന്നിധ്യത്തിൽ പരീക്ഷ എഴുതിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഇവിടെ ഈ വെള്ളിമാട് കുന്നിലുള്ള ഒബ്സർവേഷൻ ഹോമിന് തൊട്ടുമുന്നിൽ സംഘർഷം ഉടലെടുത്തിട്ടുണ്ട്. KSU MSF പ്രവർത്തകരാണ് ഇവിടെ സംഘർഷത്തിൽ എത്തിയിട്ടുള്ളത്. വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് സംഘർഷത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ MSFന്റെ പ്രതിഷേധ മാർച്ചിൽ ഒരു മാധ്യമ പ്രവർത്തകന് മർദ്ദനമേറ്റിട്ടുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. അതായത് കേരള വിഷൻ ന്യൂസ് സീനിയർ ക്യാമറമാൻ സജി തറയിലിന് നേരെയാണ് MSF പ്രവർത്തകരുടെ കയ്യേറ്റം ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോൾ വീണ്ടും KSU പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയെങ്കിലും ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. മനു, ശരി, ഏതായാലും സ്ഥിതിഗതികൾ ശാന്തമാണ്. ഒപ്പം തന്നെ അവരുടെ പരീക്ഷാ കേന്ദ്രം, ഈ 5 വിദ്യാർത്ഥികളായ ആ പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അവരെ ജുവനൈൽ ഹോമിനുള്ളിൽ തന്നെ പരീക്ഷ എഴുതിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന് പ്രതിഷേധം, മറ്റൊന്ന് മറ്റു കുട്ടികളെ കൂടി അത് ബാധിക്കുമെന്ന വിഷയം കൂടി മുന്നിൽ കണ്ടിട്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.